ഇതിനകത്ത് നമുക്കിതിനകത്ത് പിന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹായകരമായ സമീപനമാണ്, അല്ലാതെ ഭരണകക്ഷി പ്രതിപക്ഷ എന്നുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസത്തോടു കൂടി വേണം, അല്ലെങ്കിൽ നടക്കത്തില്ല. മിസ്റ്റർ ബാലൻ പറഞ്ഞ രണ്ട് കാര്യവും കൂടംകുളവും ഗെയിലും നമ്മൾ ഇന്നും പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിപ്പാണ്. പക്ഷെ എന്നാലും താഴേക്കടയിലുള്ള എതിർപ്പും കാര്യങ്ങളുമൊക്കെ നിൽക്കുന്നു, അത് നടക്കാതെ വരുന്നു. അപ്പം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മാത്രമേ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും തരാം. ഇതിനകത്ത് ഇപ്പം 526 കിലോമീറ്റർ ദൂരം വരുന്ന ഈ ഹൈസ്പീഡ് റെയിൽ ലൈനിൽ വെറും 73 കിലോമീറ്റർ മാത്രമാണ് ഭൂമിയിൽ കൂടെ പോകുന്നത്. 140 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ടാണ്, 17 കിലോമീറ്റർ പാലമാണ്. ഈ 157 കിലോമീറ്ററിന് 1 ഇഞ്ച് ഭൂമി പോലും അക്യൂർ ചെയ്യേണ്ട കാര്യമില്ല, ഇല്ലാത്ത വിധത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ. 157. പിന്നെ 296 കിലോമീറ്റർ എലിവേറ്റഡാണ്. എലിവേറ്ററിന് 20 മീറ്റർ ഭൂമി നിർമ്മാണത്തിന് ആവശ്യം. 20 മീറ്റർ ഉണ്ടെങ്കിൽ അല്ലേ നിർമ്മാണം നടക്കും. പക്ഷെ നിർമ്മാണം കഴിഞ്ഞ് അതിലെ നല്ലൊരു പങ്ക് ഈ പില്ലർ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഈ ഭൂമിയുടെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ചില കണ്ടീഷൻസ് വെച്ചിട്ട് അവർക്ക് ചില കണ്ടീഷൻസ് വെച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ആകെ 73 കിലോമീറ്ററിലാണ് 20 മീറ്റർ വീതിയിൽ സ്ഥിരമായി ഇതിന് ഈ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വരുന്നത്.